എഴുതി ജീവിക്കാം, പ്രണയിച്ചു മരിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ വിഷയം. അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഈ വിഷയം കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് മറച്ചിടാൻ നോക്കി. എഴുതി മരിക്കാം, പ്രണയിച്ച് ജീവിക്കാം. ഇത് രണ്ടും സാധ്യമാണോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല. അതിൻ്റെ സാധ്യതയും അതിൻ്റെ അസാധ്യതയും ആണ് നിങ്ങളും ഞാനും കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു വിഷയം തന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ മലയാളത്തിൽ ഒരുപാട് പ്രണയകഥകൾ എഴുതിയ ഒരാളാണെന്ന് ആളുകളൊക്കെ പറയാറുണ്ട്. ഒരുപാട് പ്രണയിച്ച ആളാണെന്ന് ഞാനും പറയാറുണ്ട്, ആ പ്രണയം അനുഭവിച്ച ആളുകളും പറയാറുണ്ട്. ഇതൊന്നും എൻ്റെ മഹിമയല്ല. അതുകൊണ്ട് വളരെ വിനയത്തോടെ തുടങ്ങട്ടെ. എഴുതി ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ കാലത്ത് സാധ്യമാണെങ്കിലും പഴയ കാലത്ത് നമ്മുടെ എഴുത്തുകാരൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം, ആദ്യമായി എഴുതി ജീവിച്ച ഒരാൾ, എഴുതി ജീവിച്ച എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലും, ലൗകികാർത്ഥത്തിലും ആന്തരികാർത്ഥത്തിലും എഴുതി ജീവിച്ച ആദ്യത്തെ റൈറ്റർ മലയാളത്തിൽ കുമാരനാശാനാണ്. കുമാരനാശാന് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടോ കമ്പനി ഉണ്ടായിരുന്നു. ആശാൻ ശാരദ ബുക്ക് ഡിപ്പോ എന്നുള്ളൊരു ഡിപ്പോ ഉണ്ടാക്കി. അത് പുസ്തക പ്രസാധനശാലയാണ്. ആ പുസ്തക പ്രസാധനശാലയുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വന്നത്. തൊട്ടിപ്പുറത്ത് വള്ളത്തോൾ അന്ന് ആവശ്യപ്പെടുകയുണ്ടായി മലയാളത്തിലെ പത്രക്കാരോടൊക്കെയും, വരി ഒന്നിന് എനിക്ക് 1 ഉറുപ്പിക വേണമെന്ന്. കവിതയുടെ ഒരു വരിക്ക് 1 ഉറുപ്പിക വേണം എന്ന് വള്ളത്തോൾ ആവശ്യപ്പെടുകയുണ്ടായി. നമ്മുടെ അന്നത്തെ പത്രക്കാരൊക്കെ ആ ഒരു ഉറുപ്പിക കൊടുക്കുകയുണ്ടായി. 1 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ അന്ന് ചില്ലറയല്ല. 1 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ആ കാലം വള്ളത്തോളിൻ്റെ കാലമല്ല, പിന്നീട് നമ്മുടെയൊക്കെ കാലം കടന്നാലും അന്ന് 1 ഉറുപ്പിക വലിയ പൈസയാണ്. ഇപ്പോൾ വള്ളത്തോൾ 50 വരിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ 50 × 1 എത്രയായി? ആ 50 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ അന്നത്തെ എത്ര വലിയ സംഖ്യയാണ്. അത്രക്ക് കാശ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വെറുതെ വിചാരിക്കുക. പക്ഷെ വള്ളത്തോൾ വരികളൊന്നും കൂട്ടിയിട്ടില്ല. വള്ളത്തോൾ മിനിമം വരി വെച്ചിട്ട് കവിത എഴുതിയിട്ടുള്ളൂ. അങ്ങനെ വലിയ ഖണ്ഡകാവ്യമൊന്നും വള്ളത്തോൾ എഴുതിയിട്ടില്ല. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറായിരുന്നു ആളുകൾ. കുമാരനാശാൻ അങ്ങനെ ഒരിക്കലും ഒരു വരിക്ക് വേണ്ടിയിട്ട് കാശ് ചോദിച്ചിട്ടില്ല. പക്ഷേ ആശാൻ്റെ പുസ്തകങ്ങൾക്ക് എന്താണ് പറയാവൂ, അതിന് ഓതർഷിപ്പ് ഉണ്ടായിരുന്നു, അതിന് പകർപ്പവകാശം ഉണ്ടായിരുന്നു. ആശാൻ തൻ്റെ മേൽവിലാസത്തിൽ എഴുതിയ വാചകങ്ങൾ എങ്ങനെയാണ്? എൻ കുമാരനാശാൻ റൈറ്റർ എന്നാണ്. അങ്ങനെ മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഒരേ ഒരു എഴുത്തുകാരൻ കുമാരനാശാനാണ്. റൈറ്റർ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയ ആൾ. അതുകൊണ്ട് ആ റൈറ്റർക്ക് അതിനുള്ള അവകാശം കിട്ടിയേ തീരൂ. അത് ചോദിച്ച് വാങ്ങിച്ച ആളാണ്, അത് അർഹിച്ച് കൊടുത്ത ആളാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എഴുതി ജീവിച്ച ഒരു കാലഘട്ടം എന്നുള്ളതാണ്. എഴുത്തുകാരെന്നുള്ളത് ഒരു പാവപ്പെട്ട വർഗമായിരുന്നു പഴയ കാലത്ത്. അവരൊക്കെ എഴുതി, ചിലർക്ക് കാശ് കിട്ടി, ചിലർക്കൊന്നും കാശ് കിട്ടിയില്ല. വലിയ നോവൽ എഴുതിയ, അവകാശികൾ എഴുതിയ വിലാസിനി കാശുകാരനായോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പക്ഷേ വിലാസിനിക്ക് വേറെ കാശുണ്ടായി. അന്നത്തെ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ ജനപ്രിയ വാരികളിൽ നോവൽ എഴുതുന്ന എഴുത്തുകാരൻ.
അവരൊരു അധ്യായത്തിന് ഇത്ര രൂപ മേടിക്കും. അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. കാരണം ഓരോ ആഴ്ചയാണ് അവർ ഈ അധ്യായം എഴുതി കൊടുക്കുന്നത്. ആ കാശ് അവിടെ കൊണ്ടു കൊടുത്താൽ മാത്രമേ അധ്യായം കിട്ടുകയുള്ളൂ. നമ്മുടെ കേരളത്തിലെ എല്ലാ യുവജനതയും വൃദ്ധജനതയും ആൺ പെൺ ഭേദമന്യേ ഇതിലെ ഈ നോവലുകളിലെ പ്രണയത്തിൻ്റെ പൊരുളിനായിട്ടും അതിൻ്റെ പരിണാമത്തിനായിട്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ നോവൽ കൊടുത്തേ തീരൂ. അതുകൊണ്ട് എത്ര കാശ് വേണമെങ്കിലും ചോദിച്ചു മേടിക്കാൻ അന്നത്തെ മുട്ടത്ത് വർക്കി അടങ്ങിയ തലമുറക്ക് സാധ്യമായിരുന്നു. അവരാണ് പിന്നീട് ഗദ്യത്തിൽ വന്ന എഴുതി ജീവിച്ച ആളുകൾ. സാന്ദർഭികമായിട്ടൊരു കഥ പറയാം. ഒരു മലയാളം വാരിക, കോട്ടയത്ത് നിന്ന് അന്ന് ഇഷ്ടംപോലെ വാരികകൾ ഇറങ്ങുന്നുണ്ട്. 5 or 6 വാരികകളിൽ മുട്ടത്ത് വർക്കി നോവൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു വാരികയിൽ ഒരു സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്ത ഒരാളെ മുട്ടത്ത് വർക്കിയുടെ നോവലിൻ്റെ അധ്യായം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അയാൾ മുട്ടത്ത് വർക്കിയുടെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ നോവൽ. അപ്പം വർക്കി സ്വാഭാവികമായിട്ട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച എവിടം വരെ എത്തി? അതിലൊന്നും ഒരു അസ്വാഭാവികതൊന്നുമില്ല. കാരണം ആൾക്ക് അറിയില്ല കഴിഞ്ഞ ആഴ്ച ഈ നോവൽ എവിടം വരെ എത്തിയെന്ന്. കഥാസാരമൊക്കെ ഇങ്ങനെ കൊടുക്കുമല്ലോ. 6 നോവൽ എഴുതുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കഥാപാത്രങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എവിടം വരെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, കഴിഞ്ഞ ആഴ്ച ഇന്നത് വരെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ നോവലൊക്കെ മനപ്പാടാണ്. ഉടനെ അയാളെ അവിടെ ഇരുത്തിയിട്ട് മുട്ടത്ത് വർക്കി അകത്ത് പോയി അരമണിക്കൂറോ 40 മിനിറ്റോ എടുത്തിട്ട് ആ അധ്യായം എഴുതിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം അത് മേടിച്ചിട്ട് തിരിച്ച് വാരികയിലേക്ക് വരികയാണ്. വാരികയിലേക്ക് വരുന്ന വഴിക്ക് ബസ് കയറി. അന്ന് സന്ധ്യയായപ്പോൾ അന്നിനി ഓഫീസിലേക്ക് പോകണ്ട, നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അവിടെ ഇറങ്ങിയപ്പോൾ ഒരു പഴയ ചങ്ങാതിയെ കണ്ടുമുട്ടി. പഴയ ചങ്ങാതി വിദേശത്തു നിന്നോ മറ്റോ വന്ന ഒരു ചങ്ങാതിയാണ്. അപ്പോൾ ആ ചങ്ങാതി ഇദ്ദേഹത്തെ കണ്ടപാടെ സന്തോഷത്തോടെ ക്ഷണിച്ചു, വാ ഒന്ന് കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കുകയും അവരൊന്ന് രാത്രി കൂടി. അങ്ങനെ ഇദ്ദേഹം വീട്ടിലെത്തുകയും പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഈ നോവലിൻ്റെ അധ്യായമില്ല. അയാളുടെ കയ്യിൽ നോവലിൻ്റെ അധ്യായമില്ല. എന്തു ചെയ്യും? ആരോട് സമാധാനം പറയും? ആരോടൊക്കെ സമാധാനം പറയണം. പത്രാധിപരോട് സമാധാനം പറയണം, വായനക്കാരോട് സമാധാനം പറയണം. ഇയാൾ ജോലി പോകുന്ന കേസാണ്. അപ്പോൾ ഇയാൾ ചെന്ന് അന്ന് ഇരുന്ന ഷാപ്പിലും മറ്റൊരിടത്തും ഒക്കെ നോക്കിയിട്ടൊന്നും ഈ അധ്യായം കാണുന്നില്ല. മുട്ടത്ത് വർക്കിയുടെ അടുത്തേക്ക് ഇനി ചെല്ലാൻ പറ്റുമോ? അത് പോയി ഇനി വീണ്ടും ഒന്ന് എഴുതിത്തരാമെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കുടുങ്ങി ഈ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ കുടുങ്ങിയില്ല. ആ മനുഷ്യൻ്റെ തലച്ചോറിൽ ഈ നോവലുണ്ട്. അങ്ങനെ ആരും അറിയാണ്ട് ഈ അധ്യായം അങ്ങോട്ട് എഴുതി, ഒരു അധ്യായം അങ്ങോട്ട് എഴുതി വെച്ചിട്ട് എന്നിട്ട് നേരെ അത് പത്രാധിപർക്ക് കൊണ്ട് കൊടുത്തു. പത്രാധിപർ അത് അച്ചടിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പറയുക, അത് പത്രാധിപരും അറിഞ്ഞിട്ടില്ല, വായനക്കാരും അറിഞ്ഞിട്ടില്ല, ലോകവും അറിഞ്ഞിട്ടില്ല, മുട്ടത്ത് വർക്കി അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അത് ആ വഴിക്ക് അങ്ങ് പോയി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ജനപ്രിയ നോവലിൻ്റെ ഒരു കാലം അന്നുണ്ടായിരുന്നു. അവരെഴുതി ജീവിച്ചവർ. അതിന് സമാന്തരമായിട്ട് നമ്മുടെ കാലത്തിലും ജനപ്രിയ നോവലുകൾ എന്ന് പറഞ്ഞ ഒരു സീരീസിൽ ഒരുപാട് നോവലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് വായനക്കാരുണ്ടാകുന്നുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെയുള്ള കുട്ടികളൊക്കെ അത് ഗൂഗിൾ പേ ചെയ്ത് ആമസോണിൽ നിന്നും മറ്റുമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട് ആ നോവൽ? അപ്പോൾ അവർക്ക് നല്ല നോവലാണ് എന്നാണ് അഭിപ്രായം. അന്നും ഈ നോവലുകളെക്കുറിച്ചും ആളുകൾ അഭിപ്രായം പറഞ്ഞത് നല്ല നോവലുകൾ എന്നാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നോവലുകളുടെയൊക്കെ കാലം കഴിയുകയും പിന്നീട് വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും പിന്നീട് ഇത്തരം നോവലുകൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളത് മറുവശത്ത് നിൽക്കുന്ന കാര്യമാണ്. ഇവരൊക്കെ എഴുതി ജീവിച്ചവരാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ആദ്യകാലം മുതൽ ഞാൻ കാണുമ്പോൾ ബഷീർ വിറ്റുപോകുന്ന ഒരു എഴുത്തുകാരനെയല്ല. ബഷീറിൻ്റെ പുസ്തകങ്ങൾക്കൊന്നും വലിയ വിൽപ്പനയൊന്നുമില്ല. ബഷീർസ് ബുക്ക് സ്റ്റാൾ ഉണ്ടാക്കിയ ആളാണ്. ബഷീർസ് ബുക്ക് സ്റ്റാളിലൂടെ തൻ്റെ
പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി എന്നും അവിടെ കൊച്ചിയുടെ തീരത്ത് ഷോപ്പിട്ട് കാത്തിരുന്ന ആളാണ്. പക്ഷെ വിൽപ്പനയൊക്കെ മോശമായി. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട്, ബേപ്പൂര് വന്നിട്ട് അദ്ദേഹം പറമ്പൊക്കെ മേടിച്ചു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ സമ്പൂർണ്ണ പതിപ്പ് ഇറങ്ങുകയും പിന്നെ ഒറ്റ കോപ്പികൾ ഇറങ്ങുകയും അതിന് നല്ല വിൽപ്പന ഉണ്ടാവുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം, അതുവരെ SPCS ആയിരുന്നു അത് പ്രസിദ്ധീകരിച്ചത്. SPCSയിൽ നിന്ന് അത് കറണ്ട് ബുക്സിലേക്ക് മാറി എന്നുള്ളതാണ്. അങ്ങനെ ബഷീറിന് നല്ല വിൽപ്പന ഉണ്ടായി. ബഷീർ പിന്നെ എഴുതി ജീവിക്കുന്ന ഒരാളായി മാറി. ബഷീറിന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ ഈ കസേരയിലിരിക്കുക, ആരാധകരെ സ്വീകരിക്കുക, ആരാധകർക്ക് ചായ കൊടുക്കുക, ആരാധകർ തിരിച്ചു പോവുക. പുസ്തകങ്ങൾ ഇങ്ങനെ നന്നായി വിറ്റുപോയി. നമ്മുടെ പല എഴുത്തുകാർക്കും വലിയ ജോലികളുണ്ടായിരുന്നു. ഈ വലിയ ജോലികളൊക്കെ ഉപേക്ഷിച്ച് റിട്ടയർമെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ മിലിറ്ററി സേവനത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വലിയ ബാങ്കിലൊക്കെ ജോലി ചെയ്ത്, ഡൽഹിയിലൊക്കെ ജോലി ചെയ്ത്, ബോംബെയിലൊക്കെ ജോലി ചെയ്ത് അവർ തിരിച്ചു വന്നിട്ടാണ് അവർ പിന്നീട് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് അവരെഴുതുന്നത്. പക്ഷെ അവരെഴുതുന്നത് കൊണ്ട് അവർക്ക് വാണിജ്യ ലാഭം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എൻ്റെ പരിചിത വൃത്തത്തിലുള്ള ആളുകൾക്ക് പറയുന്നത് ഇല്ല എന്ന്. അവർക്കൊന്നും ഈ പുസ്തകങ്ങൾ കൊണ്ട് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ ചുരുക്കം പേരാണ് പുസ്തകങ്ങൾ കൊണ്ട് ജീവിച്ചത്. അതുകൊണ്ട് പുസ്തകങ്ങൾ കൊണ്ട് ജീവിച്ച ഈ എഴുത്തുകാരെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് കർക്കശമായിട്ട് നോവൽ എഴുതിച്ച പ്രസാധകരെ കുറിച്ച് നമുക്കറിയാം. അതൊക്കെ നന്നായി വിറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അത് എഴുത്തിൻ്റെ സാമ്പത്തിക വശമാണ്. എഴുതി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങനെ എഴുതി ജീവിച്ചു. എല്ലാവരും എഴുതി ജീവിച്ചില്ലേ, പലരും എഴുതി പരാജയപ്പെട്ടു. എഴുതി ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് എത്രയോ എഴുത്തുകാരെ എനിക്കറിയാം. കുറച്ച് പേര് മാത്രം എഴുതി ജീവിച്ചു. പ്രധാനമായും ഈ ജനപ്രിയ എഴുത്തുകാരാണ് എഴുതി ജീവിച്ചത്. പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള എഴുത്തുകാരും, കുമാരനാശാൻ തൊട്ട് ഇതുവരെ പറഞ്ഞ ആ ഗദ്യ എഴുത്തുകാർ വരെ അവർ എഴുതി ജീവിച്ചു. പക്ഷേ എഴുത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് മറുവശമുണ്ട്. അത് എഴുത്തിൽ ഒരു വലിയ വൈകാരികതയുണ്ട്. എഴുത്തിൽ ഒരു വലിയ ബൗദ്ധികതയുണ്ട്. നമ്മൾ എഴുതുന്നത് ഒരു കഥാവിശേഷമാകാം, നമ്മൾ എഴുതുന്നത് ഒരു അനുഭവവിശേഷമാകാം. ഈ അനുഭവവിശേഷത്തെ നമ്മുടെ ഓർമ്മകളിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ, നമ്മുടെ സങ്കല്പങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് ഒടുവിലുണ്ടായിത്തീരുന്നതാണ് നമ്മുടെ എഴുത്ത്. അപ്പോൾ അതിനകത്ത് ഓർമ്മ വന്നു, അതിനകത്ത് അനുഭവം വന്നു, അതിനകത്ത് സങ്കല്പനം വന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാസത്വരകം അതിനകത്ത് സംഭവിച്ചു. അതാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. അവിടെയാണ് നമ്മൾ ചില എഴുത്തുകാർ, അല്ലെങ്കിൽ നമ്മളിൽ 100 എഴുത്തുകാരുണ്ടെങ്കിൽ 50 എഴുത്തുകാർ പറയുന്നത് അതാണ് എഴുത്ത് എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ എഴുത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എഴുത്തിൻ്റെ ജീവിതം ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. സാമ്പത്തിക വശം മാത്രം നോക്കി എഴുതുന്നവരും, ഇങ്ങനെ എന്നെ പൂർണ്ണമാക്കുന്ന ഒരു എഴുത്ത് എന്നുള്ള രീതിയിൽ എഴുതുന്നവരും. അങ്ങനെ ഒരു വ്യത്യാസം എഴുത്തിനുണ്ട്. ആ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എഴുത്ത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പിലുള്ള കേന്ദ്രബിന്ദു മനുഷ്യനാണ്. അതിൻ്റെ മുമ്പിലുള്ള മറ്റൊരു കേന്ദ്രബിന്ദു സമൂഹമാണ്. അതിന് മുമ്പിലുള്ള മറ്റൊരു കേന്ദ്രബിന്ദു പ്രകൃതിയാണ്. അതിന് മുമ്പിലുള്ള മറ്റൊരു കേന്ദ്രബിന്ദു ഭാഷയാണ്. എഴുതുമ്പോൾ ഈ സമൂഹവും ഈ മനുഷ്യനും ഈ പ്രകൃതിയും ഈ ഭാഷയും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഒരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ
ആ എഴുത്തുകാരന് യാതൊരു തരത്തിലുള്ള സംതൃപ്തിയും ഉണ്ടാകുന്നില്ല. അയാൾക്കതൊരു ശൂന്യതയായിട്ടേ തോന്നുകയുള്ളൂ. ബഷീർ പറയും, കന്യകേ, നിൻ്റെ കണ്ണുകളിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യത്തെ കിരണം എന്നെ വന്ന് തൊട്ടത്. നിൻ്റെ സാന്നിധ്യത്തിലും മറ്റുള്ള മുഖങ്ങളൊക്കെ നിഷ്പ്രഭങ്ങളായി മാറുന്നു എന്ന് അനർഘ നിമിഷത്തിൽ ബഷീർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതുമ്പോൾ അതൊരു നിവേദനമാണ്, അതൊരു പ്രണയ നിവേദനമാണ്. ഒരു വലിയ പ്രണയിനിയോടുള്ള നിവേദനമാണത്. അങ്ങനെ നിവേദിച്ച എഴുത്തുകാർ മറുവശത്ത്. എല്ലാ എഴുത്തുകാരും പ്രണയകഥകൾ എഴുതിയവരല്ല. പ്രണയകഥകളെ എഴുതാത്ത എത്രയോ എഴുത്തുകാരെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഭാഷയിൽ തന്നെ പ്രണയകഥകൾ എഴുതാത്തവരുണ്ട്. അവരോട് നമ്മൾ പോയി ചോദിക്കുന്നു, നിങ്ങളെന്താണ് ഒരു പ്രണയകഥ എഴുതാത്തത്? അയാൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇതൊരു മനോനിലയാണ്. എഴുത്തുകാരനെന്ന് പറഞ്ഞാൽ ഒരു മനോനിലയാണ്. എഴുത്തുകാരൻ 2 കഥകൾ എഴുതിയാൽ ഈ കഥ പോലെയല്ല ഈ കഥ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. എന്തുകൊണ്ടാണ് ഈ കഥ പോലെ ഈ കഥയാവാത്തത്? നമുക്ക് കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവുമില്ല. ആ കഥ എഴുതിയത് അത് ഒരു മനോനിലയാണ്, ഈ കഥ എഴുതിയത് മറ്റൊരു മനോനിലയാണ്. അതിന് തമ്മിൽ ഒരു തരത്തിലുള്ള താരതമ്യം. അത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ എഴുത്തുകാരെ വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ എഴുത്തുകാരും പ്രണയകഥകൾ എഴുതിയവരല്ല, പ്രണയകഥകൾ എഴുതുന്നവരല്ല. അവർ പ്രണയികളായിരിക്കാം. പക്ഷേ പ്രണയം എന്നുള്ള ഒരു വികാരത്തെ ഇങ്ങനെ കഥകളിലേക്ക് ആവാഹിക്കുവാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. ആനന്ദ് എന്നുള്ള എഴുത്തുകാരൻ്റെ ഏതെങ്കിലും ഒരു പ്രണയകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആനന്ദിനോട് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ ഒരു പ്രണയകഥ എഴുതിക്കൂടെ എന്ന് ചോദിക്കാൻ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? ഇല്ല. കാരണം ആ ഭൗതിക നില വേറെ. നമ്മൾ നോക്കുമ്പോൾ സാഹിത്യം എന്നുള്ളത് മനുഷ്യരെ സമഗ്രതയിൽ ആവിഷ്കരിക്കാനും മനുഷ്യാനുഭവങ്ങളെ സംക്ഷിപ്തതയിൽ ആവിഷ്കരിക്കാനുമുള്ള ഒരു ഭാഷാനുഭവമാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്. മനുഷ്യരെ സമഗ്രതയിൽ ആവിഷ്കരിക്കണം, അതേസമയം തന്നെ സംക്ഷിപ്തതയിലും ആവിഷ്കരിക്കണം. കാരണം എഴുതുന്ന ആൾക്കും വായിക്കുന്ന ആൾക്കും ഒരു ചെറിയ ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളൊന്നും നമ്മൾ വായിച്ചിട്ടില്ലല്ലോ, വായിക്കാനായിട്ട് പറ്റുകയില്ല. ഈ ലോകത്തെ മുഴുവനും സംഗ്രഹിച്ചുകൊണ്ട് എഴുതിയ ഒരു എഴുത്തുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. മനുഷ്യൻ എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സമ്പൂർണ്ണ ഭൂപടം ഒരു നോവലായിട്ടോ കഥയായിട്ടോ കവിതയായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, സത്യമല്ല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് അപൂർണതയാണ്. ഒരു മനുഷ്യനല്ല ആ മനുഷ്യൻ. ആ മനുഷ്യനകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കഥകൾ ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ 2 മനോനിലയാകുന്നത്, ആദ്യത്തെ കഥ എഴുതിയ ആൾ അയാൾക്കകത്തെ ഒരു മനുഷ്യനും, രണ്ടാമത്തെ കഥ എഴുതിയ ആൾ മറ്റൊരു മനുഷ്യനുമാണ്. ഇങ്ങനെ ഒരു ആൾമാറാട്ടം എഴുത്തുകാരനിൽ സംഭവിക്കുന്നുണ്ട്, എഴുത്തുകാരിയിലും സംഭവിക്കുന്നുണ്ട്. ഞാൻ 50 വർഷമായി കഥ എഴുതുന്ന ആളാണ്. കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നൊന്നുമില്ല. വളരെ ചെറുപ്പത്തിലേ ഞാൻ കഥ എഴുതി വന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ 50 വർഷം തികഞ്ഞത്. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് എനിക്കൊരു 100-400ഓളം കഥകൾ എഴുതാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഈ കടമ്പകളൊക്കെ ഒരുവിധം പ്രയാസപ്പെട്ട് ചാടിക്കടക്കാനും പറ്റി. കടമ്പകൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനും ഓരോ സ്വഭാവമാണ്, ഓരോ കാലത്തിനും ഓരോ അഭിമുഖീകരണമാണ്. ഞാൻ എഴുതുന്ന കാലത്ത് അന്ന് എം ടി വാസുദേവനാരുടെ തലമുറ പിന്നോട്ട് പോവുകയും ഈ ഒ വി വിജയൻ്റെ തലമുറ മുന്നോട്ട് വരികയും ചെയ്യുന്ന കാലമാണ്.
ആ കാലത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവർ കഥ എഴുതുന്നത്. ഞങ്ങൾ ആരോടാണ് മത്സരിക്കേണ്ടത്? ഞങ്ങൾ തൊട്ട് മുന്നേ പോയവരോട് മത്സരിക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നവരോട് മത്സരിക്കണോ? അറിയില്ല. ഞങ്ങൾ എഴുതി. പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോന്നപ്പോൾ പുതിയ തലമുറ വന്നു. അവർ അവരുടെ ഭാവനയിൽ അവരുടെ വിനിമയങ്ങൾ സാധിച്ചു. അതിനോടും ഞങ്ങൾ പിടിച്ചു നിന്നു. കാരണം എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഭാവുകത്വമുണ്ട്. ആ ഭാവുകത്വം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറുന്നൊരു ഭാവുകത്വം ഒരു എഴുത്തുകാരന് ഇല്ലെങ്കിൽ ആ എഴുത്തുകാരനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, എഴുത്തുകാരിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ആ സെൻസിബിലിറ്റിയാണ് പ്രധാനം. കാലത്തെ മനസ്സിലാക്കുക, കാലത്തിൻ്റെ വേഗങ്ങളെ മനസ്സിലാക്കുക, കാലത്തിൻ്റെ ചലനങ്ങളെ മനസ്സിലാക്കുക. ഓ ഹെൻറിയുടെ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നുള്ളൊരു കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. നിങ്ങളിൽ പലരും അത് വായിച്ചു കാണും. വളരെ പഴയ കഥയാണ്. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രേമകഥയായിട്ടാണ് പറയുന്നത്. ആ കഥയെ ഉപേക്ഷിച്ചു കൊണ്ടൊരു പ്രേമകഥയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ള ശാസന പോലും ഉണ്ട്. അത്രക്ക് ഡെപ്തുള്ളൊരു പ്രേമകഥയാണത്. ഓ ഹെൻറിയാണ് എഴുതിയത്. ഹെൻറി അറിയാമല്ലോ, ഒരു ഹെൻറി ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ആളാണ്. പലർക്കും ഹെൻറിയോട് പുച്ഛാണ്. കാരണം അവസാനത്തെ ഒരു വാചകത്തിൽ കഥയങ്ങ് കഴിയും, അതോടുകൂടി കഥ തീരും. പക്ഷേ ഗിഫ്റ്റ് ഓഫ് ദി മാഗി അങ്ങനെയല്ല. രണ്ട് പ്രണയികൾ, ഒരു കാമുകനും ഒരു കാമുകിയും, മാഗി എന്നുള്ള കാമുകിയും ജിം എന്ന പേരുള്ളൊരു കാമുകൻ, അവർ വളരെ ആത്മീയമായി പ്രണയിക്കുന്നു. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു കഥയാണെന്ന് ഓർമ്മിക്കണം. അന്നത്തെ ഒരു പ്രണയകാലത്തെക്കുറിച്ചാണ് ഹെൻറി പറയുന്നത്. അവർ പ്രണയിക്കുന്നു. അപ്പോൾ അതാ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസ് ആ ലോകത്ത്, ആ ദേശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലായിടത്തും ഉള്ളതുപോലെയല്ല, അവിടെ കുറേ കൂടി പ്രാധാന്യം ക്രിസ്മസിനുണ്ട്. ക്രിസ്മസിന് എന്തായാലും ഇഷ്ടപ്പെട്ടവർക്ക് ഒരു ഉപഹാരം, സമ്മാനം, ഗിഫ്റ്റ് കൊടുത്തേ തീരൂ. നമ്മളിപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ട്. അത് അന്ന് മുതലേ ഉണ്ട്. പക്ഷേ ഇത് രണ്ട് പ്രണയികളാണ്. അപ്പോൾ ഒരു ആ പ്രണയിനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ പ്രണയിനിയും ഈ പ്രണയിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. നാളെ ക്രിസ്മസിന് തമ്മിൽ കാണാമെന്ന് പറഞ്ഞ് അവർ പിരിയുന്നു. ഈ പ്രണയിനിയുടെ കയ്യിൽ, ഈ മാഗിയുടെ കയ്യിൽ വേണ്ടത്ര കാശൊന്നുമില്ല, കുറച്ച് ഡോളേഴ്സ് മാത്രമേ ഉള്ളൂ. അവൾ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റുണ്ട്, അത് മേടിക്കാനുള്ള കാശ് അവൾക്കില്ല. അപ്പോൾ അവൾ എന്താ വേണ്ടതെന്നുള്ള ഒരു വല്ലായികയിൽ, വയ്യായ്മയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൾ നല്ല അഴകുള്ള, നിബിഡമായ, മുട്ടറ്റം വരെ എത്തുന്ന തലമുടിയുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ തലമുടിക്ക് വലിയ മാർക്കറ്റാണ്. അത് വിറ്റാൽ നല്ല കാശ് കിട്ടും, മുറിച്ച് വിറ്റാൽ. അങ്ങനെ അവൾ ഒരു ഷോപ്പിൽ പോയി ചോദിച്ചു, എൻ്റെ തലമുടി ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് തന്നോളൂ, എന്ത് തരൂ. അപ്പം അവൾക്ക് ആവശ്യമുള്ള ഡോളർ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ തലമുടി അവൾ മുറിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവൾക്ക് ഡോളർ കിട്ടുന്നു. അവൾ അവളുടെ പ്രിയപ്പെട്ടവന് വേണ്ടിയിട്ടൊരു സമ്മാനം മേടിക്കുന്നു. ഇപ്പുറത്ത് അയാൾക്കും അങ്ങനെ ഒരു തോന്നൽ വരികയാണ്, മാഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണം. അയാളുടെ കയ്യിൽ കാശില്ല. അയാളുടെ കയ്യിൽ ഒരു നല്ല കൗതുകമുള്ളൊരു വാച്ചുണ്ട്. ആ വാച്ച് വിറ്റിട്ട് അവൾ മാഗിക്ക് വേണ്ടി ഒരു സമ്മാനം മേടിക്കുകയാണ്. അപ്പുറത്ത് തലമുടി മുറിച്ചിട്ട് അതിൻ്റെ ഡോളർ കൊണ്ട് അവൾ ജിമ്മിന് വേണ്ടി, കാമുകന് വേണ്ടി ഒരു സമ്മാനം മേടിക്കുകയാണ്. അവർ ക്രിസ്മസ് ദിവസം കണ്ടുമുട്ടുന്നു. അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. അവൾ മുറിച്ചു വിറ്റ ഈ തലമുടിക്ക് വേണ്ടി വളരെ വിലപിടിപ്പുള്ള ചീർപ്പുകളാണ് ഈ ജിം മേടിച്ചത്. വളരെ വിലപിടിപ്പുള്ള അപൂർവമായ ചീർപ്പുകൾ. അവൾ തലമുടി വിറ്റിട്ട്
ഇയാൾക്ക് വേണ്ടി മേടിച്ചത് അയാളുടെ വാച്ചിനുള്ള ഒരു അതിമനോഹരമായ സ്വർണ്ണ സ്ട്രാപ്പാണ്. കഥയുടെ അവസാനത്തുമ്പോൾ നമ്മളിങ്ങനെ നടുങ്ങുന്നു. ഇപ്പം സ്വർണ്ണ സ്ട്രാപ്പും ശൂന്യം, കോമ്പ് എന്നാണ് പറയുന്നത്. ചീർപ്പാണോ ഇനി തലമുടി ചുറ്റുന്ന വളയാണോ എന്ന് എന്താണ് ഉദ്ദേശിച്ചത് അറിഞ്ഞുകൂടാ. രണ്ടും ശൂന്യമായിപ്പോയി. അപ്പോൾ അവൾ അയാളെ ആശ്വസിപ്പിക്കുന്നു, എൻ്റെ തലമുടി വളർന്നോളൂ, കുഴപ്പമില്ല, അത് വളർന്നോളൂ, സാരമില്ല. പക്ഷെ അയാൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ദിവസം, ആ നിമിഷം അവൾക്കത് കൊടുത്തേ തീരൂ. അതിൻ്റെ പ്രയോജനം, അതിൻ്റെ മൂല്യം അയാൾ മനസ്സിലാക്കുന്നു. ഈ നിരാശയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള വായനക്കാർ ഈ കഥയെ കൊണ്ടാടാൻ കാരണം ഈ ഒരു അവസാനത്തെ ട്വിസ്റ്റ് കൊണ്ട് മാത്രമല്ല. കാരണം എന്താ, ഈ കഥക്കകത്ത് ദാരിദ്ര്യമുണ്ട്, വലിയ ദാരിദ്ര്യമുണ്ട്, ഇല്ലായ്മയുണ്ട്. രണ്ടുപേർക്കും ഇല്ലായ്മയുണ്ട്. നമ്മുടെ ഇന്നത്തെ പ്രണയികളെ പോലെയല്ല. അന്നത്തെ ഇല്ലായ്മ അനുഭവിച്ച പ്രണയികളാണ് അവർ. ഒരു ഗിഫ്റ്റിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞവരാണ് അവർ. പ്രണയത്തിൻ്റെ നാനാർത്ഥങ്ങളിൽ ഇങ്ങനെ വ്യർത്ഥമായി പോയല്ലോ എന്ന് വിലപിക്കുന്നവരാണ് അവർ. അവരുടെ സങ്കടം ആരറിയാൻ? ആരും അറിയില്ല. അവിടെയാണ് ഒ ഹെൻറി ഈ കഥ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ കഥ വായിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു സംഗതികളൊക്കെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രണയത്തിൽ സ്ത്രീ പുരുഷർ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അവരുടെ ആത്മാവിൻ്റെ ശൂന്യത, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രണയകഥ കുറേ കൂടി ഹൈറ്റിലേക്ക് വരിക. ഒ ഹെൻറിയുടെ ഒരുപാട് കഥകൾ ഇങ്ങനെ അവസാനത്തെ ട്വിസ്റ്റിൽ അവസാനിക്കുമെങ്കിലും ഈ കഥ അങ്ങനെ അവസാനിക്കുന്നില്ല. ഇത് നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ പ്രണയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വന്തം പ്രണയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയൊക്കെ ഉണ്ട്, അതിലൊരു അലസതയും മടിയൊക്കെ ഉണ്ട്. പക്ഷേ എഴുതി ജീവിക്കും, പ്രണയിച്ചു മരിക്കും എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്. എഴുതി ജീവിക്കാം, പക്ഷേ പ്രണയിച്ചിട്ട് എന്തിനാണ് മരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. ആർക്ക് വേണ്ടിയാണ് മരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഞാൻ പത്മരാജൻ്റെ ലോല എന്നുള്ള കഥ ഓർമ്മിക്കും. ലോല നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ എഴുതപ്പെട്ട അതിമനോഹരമായ കഥയാണ് ലോല, പ്രണയകഥയാണ് ലോല. ലോലയിലൊരു അമേരിക്കക്കാരി പെൺകുട്ടി, ലോല എന്ന പേരുള്ള അമേരിക്കക്കാരി പെൺകുട്ടിയും ഈ ഇന്ത്യനായിട്ടുള്ള താമരകളുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ പത്മരാജൻ എന്ന് പറയാവുന്ന ഈ കാമുകനും മാത്രമാണ് ആ കഥയിലുള്ളത്. അവർ അന്യദേശത്ത് വെച്ച് പ്രണയിക്കുന്നു. അവരുടെ പ്രണയം ഇങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷേ അവിടെ ഭാഷയുടെ അതിർത്തികളില്ല. പക്ഷെ അവൾ പറയുന്നത്, ഞാൻ നിങ്ങളുടെ നാട്ടിൽ വരും, ഞാൻ ഇന്ത്യയിലേക്ക് വരും, എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ കാമുകൻ പറയുന്നൊരു മറുപടി, അറിയില്ല, ക്രിസ്ത്യാനിയായ നിന്നെ സ്വീകരിക്കുവാൻ ഹിന്ദുമതം ഇവിടെ അനുവദിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ആ ഒരു കാലത്താണ്, 10-50 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ എഴുതപ്പെട്ടത്. പക്ഷെ അവർ പരസ്പരം സമർപ്പിക്കുന്നു. പരസ്പരം സമർപ്പിച്ച് പിരിയുന്നതിൻ്റെ തലേന്നത്തെ രാത്രി അയാൾ പറയുന്നു, നാളെ നമ്മൾ വേർപിരിയും, ഇനി കാണലുണ്ടാവില്ല, നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കിക്കൊള്ളുക, ചുംബിച്ച ചുണ്ടുകൾക്ക് വിട. അങ്ങനെ പറഞ്ഞ്
ആ കഥാകൃത്ത് പിരിയുകയാണ് ലോല എന്നുള്ള കഥയിലൂടെ. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രണയം എന്തുമാത്രം ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ അയാൾ എന്തുമാത്രം വികാരശൂന്യനും വിചാരശൂന്യനും ആയി മാറുമെന്ന്. പ്രണയം കീഴ്പ്പെടുത്തിയ ഒരു പുരുഷനോ സ്ത്രീക്കോ വിവേകമുണ്ടായിക്കൊള്ളണം എന്നില്ല, നിർബന്ധവും ഇല്ല, അടിവരയിട്ട് പറയുന്നതുമല്ല. പ്രണയം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ വിവേകവും വികാരവും ഒക്കെ കൈമോശം വരും. അങ്ങനെയുള്ള ഒരു കാമുകനാണ് ലോലയിലുള്ളത്. അങ്ങനെയുള്ള ഒരു കാമുകരെയാണ് കുമാരനാശാൻ അവതരിപ്പിച്ചത്. ആശാൻ തൻ്റെ കാവ്യത്തിൽ പറയുന്നുണ്ട്, നിർഹേതുകമാം പ്രേമം തന്നെ ജയിപ്പൂ ലോകം, അതുതാൻ ആനന്ദ ദുഃഖാത്മകം എന്ന്. പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ നിർഹേതുകാണ്, അതിന് ഹേതുവൊന്നുമില്ല. ഇത് 120 കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ പറഞ്ഞു വെച്ച കാര്യമാണ്. നമ്മളിപ്പോഴും ഹേതു അന്വേഷിക്കുകയാണ്. എന്താണ് ഹേതു? നമ്മുടെ രക്ഷിതാക്കളൊക്കെ കുറേ കാലം അന്വേഷിച്ചു എന്താണ് ഹേതു. അതിനൊരു ഹേതുവില്ല, പ്രണയത്തിന് ഒരു ഹേതുവില്ല. നിർഹേതുകം. നിർഹേതുകമാം പ്രേമം തന്നെ ജയിപ്പൂ. പക്ഷേ ആ പ്രേമം ജയിക്കും. ഹേതുവില്ലെങ്കിലും പ്രേമം ജയിക്കും. പ്രേമം ജയിച്ചാൽ എന്താണ്? അത് ലോകത്തിൽ ഒരേ സമയം ആനന്ദവും തരും, ദുഃഖവും തരും, രണ്ടനുഭവങ്ങളും തരും. ഇതാണ് ആശാൻ എഴുതിയത്. ആശാൻ ഒരു 120 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കാമുകിമാരിലൂടെ എഴുതിയത് ഈ ഒരു കാര്യമാണ്. നിർഹേതുകമാം പ്രേമം ജയിക്കട്ടെ. ലീലയ്ക്ക് മദനനോടുള്ള പ്രേമത്തിനോ, നളിനിക്ക് ദിവാകരനോടുള്ള പ്രണയത്തിനോ, ഉപഗുപ്തനോട് വാസവദത്തക്കുള്ള പ്രേമത്തിനോ ഒന്നും ഒരു ഹേതുവുമില്ല. അത് നിർഹേതുകാണ്. ഏറ്റവും ധീരരായിട്ടുള്ള പ്രണയിനികളെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ്, കവിയാണ് കുമാരനാശാൻ. ആശാൻ്റെ നായകന്മാരൊക്കെ മണ്ടന്മാരായിരുന്നു. ഒരാൾ സന്യാസി, ഒരാൾ ബുദ്ധഭിക്ഷു, ഒരാൾ പ്രാന്തൻ. അങ്ങനെയൊക്കെയാണ് ആശാൻ ചിത്രീകരിച്ചത്. ആശാൻ ഒരിക്കലും പുരുഷനെ ഇങ്ങനെ ചമൽക്കരിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. പുരുഷനെ ഒരിക്കലും ആശാൻ ഹീറോ ആക്കാൻ നോക്കിയിട്ടില്ല. നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, നമ്മുടെ നിരൂപണം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. ആശാൻ ഹീറോയിനാക്കിയത് സ്ത്രീയെയാണ്. പുരുഷനവിടെ ഒന്നുമല്ല, സ്ത്രീയാണ് ഹീറോ. അവൾ ഒറ്റക്ക് നടക്കുന്നു. അവൾ ഒറ്റക്ക് നടന്ന് പോയിട്ട് തൻ്റെ കാമുകനെ തേടിപ്പിടിക്കുന്നു. ആളുകളൊന്നും പോകുന്നൊന്നുമില്ല, അവൾ ഒറ്റക്കാണ് പോകുന്നു. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിൽ മാധവൻ നാട് വിട്ടു പോയപ്പോൾ ഇന്ദുലേഖ പോകുന്നൊന്നുമില്ല, കുറേ ആണുങ്ങളാണ് പോയത് ബോംബെയിലേക്ക്. പെണ്ണുങ്ങളാരും പോയിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചന്തുമേനോൻ്റെ നോവലിലെ ഫെമിനിസം, ചന്തുമേനോൻ്റെ നോവലിലെ സ്ത്രീയുടെ തൻ്റെ ഇടം എന്നൊക്കെ നമ്മൾ പറയും. ഒരു തൻ്റെ ഇടമില്ല, അവിടെ പോയതൊക്കെ ആണുങ്ങളാണ്. പക്ഷെ ആശാൻ്റെ കാവ്യങ്ങളിൽ അങ്ങനെയല്ല. അവിടെ പോയത് സ്ത്രീയാണ്, ഒറ്റക്കാണ് പോയത്. ഒറ്റക്ക് അവൾ നടന്നാണ് പോയത്. അതൊരു വർഷമൊക്കെ എടുത്തു ഈ കാമുകനെയൊക്കെ കാണാൻ. അങ്ങനെ ഒരു വർഷമൊക്കെ എടുത്ത് പോയിട്ട് കണ്ടുമുട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ സ്നേഹിതക്ക് അയാളെ നൽകുകയാണ്. അപ്പോൾ അന്നത്തെ ആ സൗഹൃദത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിക്കണം. പോകുന്നത് സ്നേഹിതയാണ്. ഇത്ര ഉറ്റ ഗാഢ സൗഹൃദം മലയാളത്തിൽ മറ്റൊരു കവിയും ആവിഷ്കരിച്ചിട്ടില്ല. അതിൽ നിന്നാണ് നമ്മൾ സൗഹൃദത്തിൻ്റെ അർത്ഥം എന്താണ് അറിയേണ്ടത്. പ്രണയത്തിൻ്റെ അർത്ഥം മാത്രമല്ല, സൗഹൃദത്തിൻ്റെ അർത്ഥവും. ലീലയ്ക്ക് വേണ്ടി ആ മാധവി ഒരു വർഷമൊക്കെ സന്യാസിനിയുടെ വേഷം എടുത്തിട്ട് പല രൂപങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഒടുവിൽ കൊടുങ്കാട്ടിൽ വെച്ചിട്ട് ഈ മദനനെ കണ്ടെത്തിയത്.
ആശാൻ്റെ കാവ്യങ്ങളിലൊന്നും പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ നഗരമോ നമ്മുടെ ഈ വാഹനങ്ങൾ ഓടുന്ന നിരത്തുകളോ ഒന്നുമില്ല. കടലില്ല, കടൽക്കരയിലാണ് അദ്ദേഹം പിറന്നത്. കടലില്ല, ഒന്നുമില്ല. ആശാൻ്റെ പ്രണയത്തിൻ്റെയൊക്കെ പരിവേഷം എന്ന് പറഞ്ഞാൽ കാടാണ്. ലീലയിലുള്ളത് മുഴുവൻ കാടാണ്. കാട്ടിലെ ആണ് ഈ പ്രണയം മുഴുവൻ ചെന്ന് ചേരുന്നത്. കരുണയിലുള്ളത് മുഴുവൻ കാടാണ്. കാട്ടിലാണ് വാസുദത്തയുടെ പ്രണയം ചെന്ന് ചേരുന്നത്. നളിനിയിലുള്ളത് ഹിമാലയ സാനുക്കളാണ്. അവിടെയാണ് ചെന്ന് പ്രണയം ചേരുന്നത്. വേറൊരു പശ്ചാത്തലത്തിൽ, ഒരു വെളിച്ചത്തിൻ്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ കൃത്രിമമായ ഈ നാഗരികതയുടെ വെളിച്ചത്തിൻ്റെ പശ്ചാത്തലത്തിലൊന്നും ആശാൻ ഒരു പ്രണയവും ആവിഷ്കരിച്ചില്ല. ആശാൻ ആവിഷ്കരിച്ചത് മുഴുവനും ഈ വനഛായയിലാണ്, കാടകത്തിൻ്റെ ഛായയിലാണ്. അതെന്തുകൊണ്ടാണ്? അതൊരു വലിയ ആത്മീയ അന്വേഷണമാണ്. കാടിൻ്റെ നിറം, കാട്ടിൽ പ്രണയത്തിൻ്റെ നിറം എന്നുള്ള ഒരു രീതിയിലാണ് ആശാൻ എത്തിയത്. എഴുത്തുകൾ വായിക്കുമ്പോൾ ചില വാക്കുകൾ ഉള്ളിൽ തറക്കുമ്പോൾ, ചില വരികളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ പേഴ്സണലായിട്ടൊരു അനുഭവം പറയുകയാണ്. എൻ്റെയൊക്കെ ഉള്ളിൽ ഒരു വരി, ഹൃദയസ്പർശിയായ ഒരു വരി വന്ന് തൊടുമ്പോൾ എൻ്റെയൊക്കെ ഉള്ളിൽ ഒരു നാടകാംശം അല്ലെങ്കിൽ ഒരു കഥാംശം എത്തിച്ചേരും. ഒരു വരി അല്ലെങ്കിൽ ഒരു വാക്ക് അത് എൻ്റെ ഉള്ളിലേക്കൊരു നാടകം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു കഥാംശം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു സംഗീത പ്രവേശിക നടത്തുന്നു. ഈ പ്രണയത്തിൻ്റെ ഒരു സ്പർശമാണത്. ആ പ്രണയത്തിൻ്റെ സ്പർശമില്ലാതെ ജീവിതമില്ല, അങ്ങനെ പറയും. ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഓസ്കാർ വൈൽഡ് പറഞ്ഞതാണ്. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രേമകഥയാണ്. വിവാഹം എന്നുള്ള പ്രേമകഥയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ നായകൻ മരിച്ച് വീഴുന്നു എന്നാണ് ഓസ്കാർ വൈൽഡ് പറഞ്ഞത്. എനിക്കറിഞ്ഞുകൊള്ളാം. ഞാൻ 8-ാമത്തെ അധ്യായത്തിൽ മരിച്ചു പോയ ഒരാളാണ്. പറഞ്ഞു വന്നത്, ഒരു വാക്ക്, ഒരു വരി, അത് നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ടാണ് സംഗീതം നമ്മൾ ഇത്രയേറെ ആസ്വദിക്കുന്നതും സംഗീതത്തിൽ നമ്മളങ്ങ് മതിമറന്നു പോകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരി പറയൂ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും, ജന്മാന്തരങ്ങളിലൂടെ 2 സ്വപ്നാടകരെ പോലെ കണ്ടുമുട്ടിയ നിമിഷം നമ്മൾക്കെന്താത്മ നിർവൃതിയായിരുന്നു. അതിൽ കവിഞ്ഞ് വേറൊന്നും പറയാനില്ല. അത് വയലാർ എഴുതിയ ജന്മജന്മാന്തരങ്ങളിലൂടെ 2 സ്വപ്നാടകരെ പോലെ. നമുക്കൊന്നും അങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ നടക്കാൻ പറ്റുള്ളൂ സ്വപ്നാടകരായിട്ട്. നമുക്ക് ഈ വഴിയൊന്നും സ്വപ്നാടകരായിട്ടൊന്നും നടക്കാൻ പറ്റില്ല. പിറ്റേന്ന് നമ്മളുണ്ടാവില്ല. കണ്ടുമുട്ടിയ നിമിഷം നമ്മൾക്ക് എന്തൊരു ആത്മനിർവൃതിയായിരുന്നു. ആ ആത്മനിർവൃതിയായിട്ടാണ് പിന്നീടുള്ള ജീവിതം. എന്ത് മനോഹരമാണത്. ഈ അടുത്ത കാലത്ത് ഒരു പാട്ടിനെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടിങ്ങനെ പിന്നെയും തിരിച്ചു വരികയാണ്. 10-40 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള എൻ്റെയൊക്കെ കോളേജ് പഠനകാലത്ത് കേട്ട് തരിച്ച ഒരു പാട്ട് ഇപ്പോഴത് കേൾക്കുമ്പോൾ വീണ്ടും അത് കേൾക്കാൻ തോന്നുകയാണ്. അത് മാധുര്യമ്മയുടെ പാട്ടാണ്. ദേവരാജൻ മാഷി സംഗീതം നൽകിയ പാട്ടാണ്. ആ പാട്ടെഴുതിയത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സുഹൃത്താണ്, MD രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ്റെ പേരൊന്നും അങ്ങനെ ആരും ഓർക്കാറില്ല. അത് ഇങ്ങനെയാണ്: കാലം ഘനീഭൂതമായി നിൽക്കുമക്കരെ കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ടു പോയി ഞാൻ എൻ്റെ സ്മൃതികളെ, നിങ്ങൾ വരില്ലയോ കൂടെ, നിങ്ങൾ വരില്ലയോ കൂടെ. അപ്പോൾ എന്തോ മനോഹരമായൊരു ഭാവനയാണ്. എഴുത്തുകാരൻ്റെ സ്മൃതികളെ വിളിക്കുകയാണ്, ഓർമ്മകളെ വിളിക്കുകയാണ്. കാലം
ഘനീഭൂതമായി നിൽക്കുന്നു. നമ്മുടെയൊക്കെ പിന്നാമ്പുറത്തേക്ക് എത്ര കാലമാണ് ഇങ്ങനെ ഘനീഭൂതമായി വിറങ്ങലിച്ച് നിൽക്കുന്നത്. അതിൻ്റെ കാണാക്കയങ്ങളിലൂടെ ഞാനും എൻ്റെ ഓർമ്മകളൊക്കെ കടന്നുപോയി. ആ ഓർമ്മകളെ തിരിച്ചു വിളിക്കുകയാണ്. എഴുത്തിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഈ ഓർമ്മകളെ തിരിച്ചു വിളിക്കലാണ്. ഓർമ്മകളെ വരൂ, ആ കാണാക്കയങ്ങളിൽ നിന്ന് ഓർമ്മകളെ വരൂ. രാജേന്ദ്രൻ ഇങ്ങനെ കൂടി എഴുതി: ഹിമശൈല സൈകത ഭൂവിൽ നിന്ന് പ്രണയപ്രവാഹമായി വന്നു, അതികൂട സുസ്മിതം ഉള്ളിൽ ഒതുക്കി നീ പ്രഥമോദ ബിന്ദുവായി തീർന്നു. എന്താർത്ഥം? ഹിമാലയത്തിൻ്റെ മൺതിട്ടിൽ നിന്ന് ഒരു ജലപ്രവാഹം വന്നിട്ട് ഒരു തുള്ളിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അന്ന് കുമാരസംഭവത്തിൽ അത് പാർവതിയുടെ ശിരസിലാണ് വീണത്. ശിവനും പാർവതിയും തമ്മിലുള്ള മേളനാണ്. ഇവിടെ പുതിയ പ്രണയിയുടെ നെറുകയിൽ ഒരു പ്രഥമോദ ബിന്ദുവായി, ആദ്യത്തെ സുഗത ബിന്ദുവായി അത് തീരുകയാണ്. ആദ്യത്തെ സുഗത ബിന്ദു അതനുഭവിച്ചപ്പോഴാണ് അവളുടെ കാലത്തെ തിരിച്ചു വിളിക്കുന്നത്, അവളുടെ ഓർമ്മകളെ തിരിച്ചു വിളിക്കുന്നത്. നിങ്ങൾക്കുള്ള ഊഴമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പൂരിപ്പിക്കാം. എൻ്റെ പേര് ഹരിദാസ്. ഒരു ക്വസ്റ്റ്യൻ സാറിനോട് ചോദിച്ചോട്ടെ. ഈ പ്രണയിച്ച് എഴുതി ജീവിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻ്റെ അപ്രോച്ച് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രണയിച്ച് മരിക്കും എന്ന് പറയുന്നത്, പ്രണയിക്കുക എന്നുള്ളത് ഇറ്റ്സ് എൻ എക്സലൻറ്റ് സെൻസേഷൻ ഫോർ ഹ്യൂമൻ ബീയിങ്സ്. മരിക്കും എന്നുള്ളത് ആൻ ഇന്നെവിറ്റബിൾ എൻഡ്. പക്ഷെ പ്രണയിച്ച് മരിക്കും എന്ന് പറയുമ്പോൾ അത് എന്തിനോടൊക്കെയോ ഉള്ള ഒരു കൈൻഡ് ഓഫ് ചലഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ശരിക്കും ശരിയാണോ? പ്രണയിച്ച് മരിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. വൺ ഷുഡ് എൻജോയ് ദ പ്രണയം ആൻഡ് ദ അൾട്ടിമേറ്റ് ഡെത്ത്. അങ്ങനെയല്ലേ അതിൻ്റെ പ്രണയിച്ച് മരിക്കും എന്ന് പറയുമ്പോൾ എന്തോ ആസിഫ് ഐ ഫെൽറ്റ് ആസിഫ് ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് ചലഞ്ച്. വാട്ട് വുഡ് യു സേ? താങ്ക് യു. മേ ബി മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് റോങ്. മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മരണാനുഭവങ്ങളുണ്ട്. മരണാനുഭവം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മുടെ ആത്മീയമായ മരണങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത് തന്നെ പ്രണയത്തിലും സംഭവിക്കും. പ്രണയത്തിലും ചില മരണങ്ങളുണ്ട്. ഇപ്പോൾ തുറന്ന് പറയാമല്ലോ, ഞാനൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഭംഗി വാക്ക് പറയല്ല, കള്ളം പറയല്ല. ഒരിക്കലും കാണാതെ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചു, അവൾ എന്നെയും പ്രണയിച്ചു. 1.5 വർഷത്തോളം ആ പ്രണയം നീണ്ടു നിന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു അവൾ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി. അത് എൻ്റെ മരണമാണ്. അവളെ ഓർത്തുകൊണ്ടാണ് ഞാൻ മായ എന്നുള്ള നോവൽ എഴുതിയത്. അത്തരം മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത്തരം അനുഭവങ്ങൾ വേറിട്ട് നിൽക്കുന്നു. അതുപോലെ പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വിഷയം തന്നത്, പ്രണയിച്ച് മരിക്കുന്നുള്ളത്. പ്രണയിച്ച് ഞാനല്ല മരിക്കുന്നത്, പക്ഷേ എനിക്കകത്ത് ആരൊക്കെയോ മരിക്കും. വി ആർ സുധീഷ് എന്ന കഥാകൃത്തിനെ വളരെ ചെറുകാലത്തിൽ തന്നെ ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ബാലപംക്തിയിൽ തൊട്ടെഴുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അങ്ങേരുടെ ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള കഥകളും ഒക്കെ ഈ അടുത്ത കാലത്തും അതെ ഒരു ഓണപ്പതിപ്പിൽ വീണ്ടും അങ്ങ് ആ ക്യാമ്പസ് സ്മരണകളിലേക്കും ഒക്കെ പോയ ഒരു പശ്ചാത്തലം ആ കഥകളിൽ ഞാൻ കണ്ടു. ആ പഴയ പശ്ചാത്തലത്തിലേക്ക് എത്താൻ പറ്റാതെ അതിലെ കഥാനായകൻ കടുത്ത മഴയിലും കാറ്റിലും പെട്ടിങ്ങനെ വലയുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ആ ഒരു കഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ ഒരു പശ്ചാത്തലം, അന്നത്തെ താങ്കൾ എഴുതി തുടങ്ങിയ ആ ഒരു ക്യാമ്പസ് പശ്ചാത്തലവും ഇന്നത്തെ ഒരു കാലഘട്ടവും ഒന്ന് താരതമ്യം ചെയ്ത് എന്തെങ്കിലും 2 വാക്ക് താങ്കൾക്ക് പറയാമോ? ജൻസിയുടെ കാലത്തെ പ്രണയത്തെ ദൂരെ നിന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ.
ഈ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നുള്ള ഹെൻറിയുടെ കഥയിലുള്ള ഒരു ദുസ്സഹമായ അവസ്ഥയുണ്ടല്ലോ, പൈസയില്ല, അത് ഇന്നത്തെ ജൻസി തലമുറയിലുണ്ടോ? അവർക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആ സഹനം, ഒറ്റ വാക്കിൽ സഹനം, സഹനത്തോടു കൂടിയാണോ നമ്മുടെ കുട്ടികൾ ഇന്ന് പ്രണയിക്കുന്നത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹനമുണ്ടോ? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണയിനിയെ ഒരു വെള്ളിയാഴ്ച കണ്ട് പിരിഞ്ഞാൽ പിന്നെ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയെ കാണുകയുള്ളൂ. ഈ ശനിയും ഞായർ എന്ന് പറഞ്ഞാൽ എന്തൊരാപത്താണെന്നറിയോ? കാലത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഈ ശനിയും ഞായറും ഒന്ന് മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ദൂരെയുള്ളൊരു പ്രണയിക്കൊരു കത്തയച്ചാൽ അവളുടെ മറുപടി കിട്ടുക 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഈ 5 ദിവസങ്ങൾ ഉരുണ്ട് പിടിഞ്ഞ് പോസ്റ്റ്മാൻ ഇങ്ങനെ കാത്തിരുന്ന പോസ്റ്റ്മാൻ നമ്മളെ തേടി വരാതെ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു കത്തും കൊടുത്ത് അതിലേ പോകുമ്പോൾ ആ പോസ്റ്റ്മാനെ കൊല്ലാൻ തോന്നും. ഇനി അയാളെ നമുക്ക് കത്ത് തരുമ്പം അയാളെ ആലിംഗനം ചെയ്യാനും തോന്നും. ആ ഒരു ദുസ്സഹത, ആ ഒരു സഹനം ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ? കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുട്ടികളോട് പറയാനോട്ട് നിൽക്കുകയും ചെയ്യരുത്. കാരണം അനുഭവങ്ങൾ വേറെയാണ്. നിങ്ങൾ ദണ്ഡി യാത്ര ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഇല്ല, ദണ്ഡി യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ പ്രണയത്തെ നമ്മൾ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. ഈ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നുള്ള കഥ ഞാൻ ഇവിടെ പറയാൻ കാരണം അതാണ്. അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത് കാലാതീതമായിട്ട് നിൽക്കുന്നത്. ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവഭേദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഫിക്ഷണലി അനുഭവഭേദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്നും വിചാരിക്കുന്നു. അപ്പോൾ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മാവില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആത്മാവില്ലാതെ എന്നാൽ മരിച്ചു പോകാതെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രണയം എന്ന ഈ തന്തുവിനെ ഇതിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കും എന്നതാണ് ഒരു സംശയം. പിന്നൊരു സംശയം, ഇപ്പോൾ വിശപ്പ് എന്നുള്ളൊരു കഠിനമായൊരു പ്രശ്നത്തെ ഭക്ഷണം കഴിച്ചാലോ ആഹാരത്താലോ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്മാവ് ഒരു പ്രണയത്തെ ആഗ്രഹിക്കുകയും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഈ ആത്മാവില്ലാത്ത ഒരാളിലേക്ക് എങ്ങനെയാണ് ഈ പ്രണയത്തെ സന്നിവേശിപ്പിക്കുക, എങ്ങനെയാണത് അനുഭവിപ്പിക്കുക? ഫിക്ഷണലി ആയാലും മതി. ഉത്തരം. യുദ്ധത്തിലും പ്രണയത്തിലും എന്തുമാകാമെന്നാണ്. യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്ത് തന്ത്രം വേണേൽ ഉപയോഗിക്കാം, പ്രണയത്തിലും എന്ത് തന്ത്രം ഉപയോഗിക്കാം. ഞാനൊരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയുമെന്ന നോവൽ വായിച്ചപ്പോൾ അങ്ങയും ഷെൽവിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായിട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നു. അതിൽ ഷെൽവിയുടെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമാകുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ ഷെൽവി ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ചൊന്ന്, ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മലയാളത്തിൽ ആദ്യമായിട്ട് പുസ്തക നിർമ്മിതിയെ അതിസുന്ദരമായ കലയാക്കി മാറ്റിയ പ്രതിഭയാണ് ഷെൽവി. അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകവും നമ്മളിങ്ങനെ എന്താ പറയുക, കൈ കഴുകി തൊടേണ്ടി വരും. അങ്ങനെ അതിനു മുമ്പ് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത്രമാത്രം മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നിർമ്മിതി. അതാണ് കേരളീയർ ഏറ്റെടുത്തത്. ഷെൽവി എൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതാണ് അദ്ദേഹത്തോട് കടപ്പാട്. ഈ പുസ്തകങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പോഴും നമ്മുടെ അലമാരയിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഷെൽവി ചെയ്ത പുസ്തകങ്ങൾ ഇങ്ങനെ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അത്ഭുതം തോന്നും. മലയാളത്തിൻ്റെ പ്രണയ കഥകളും മലയാളത്തിൻ്റെ പ്രണയ കവിതകളൊക്കെ അദ്ദേഹം രൂപകൽപ്പന ചെയ്തത് എന്തൊരു സിദ്ധിയോടുകൂടിയാണ്. എൻ്റെ ഉള്ളിലെ ഷെൽവി അതാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് അദ്ദേഹം സുഹൃത്താണ്, അത്രമാത്രം. എനി മോർ ക്വസ്റ്റ്യൻസ്? ചോദ്യങ്ങൾ? ഓക്കെ സാർ, അപ്പം ചോദ്യങ്ങളില്ലെങ്കിൽ സാറിന് കൺക്ലൂഷൻ മാർക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എഴുതി ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടി എഴുതുകയല്ല. എഴുത്ത് അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാലാവസ്ഥ പോലെ വന്നോളും. കാലാവസ്ഥ എങ്ങനെ മാറി വരുന്നു അതുപോലെ എഴുത്തിങ്ങനെ വന്നോളും.
എഴുതി തുടങ്ങാനാണ് ബുദ്ധിമുട്ട്. എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരനാവാൻ വേണ്ടിയുള്ളൊരു വ്യഗ്രതയാണ്. അങ്ങനെ എഴുത്തുകാരനായി കഴിഞ്ഞാൽ പിന്നെ ആ എഴുത്തുകാരനെ നിലനിർത്താൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ്. അങ്ങനെ എഴുത്തുകാരനെ നിലനിർത്തി പിന്നെ കാലാകാലങ്ങൾ വായനക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ പുതിയ രചനകളുമായി പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് മടുക്കും. വൈക്കം മുഹമ്മദ് ബഷീർ അവസാനത്തെ 30 വർഷക്കാലം ഒന്നും എഴുതിയിട്ടില്ല. MT വാസുദേവൻ നായർ അവസാനത്തെ 24 വർഷം ഒരു കഥ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മൾ പഠിക്കേണ്ടതൊരു പാടാണ്. മോശമായി പോയാൽ എൻ്റെ വായനക്കാർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്നുള്ള ആലോചന കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും എഴുതിയില്ല, ബഷീർ ഒന്നും എഴുതിയില്ല. എഴുതാൻ പലതും ഉണ്ടാവാം, പക്ഷെ ഒന്നും എഴുതിയില്ല. എഴുതിയാൽ മോശമാവുമെന്നറിയും. അതാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു കാലാവസ്ഥയാണ് അത് നിർണ്ണയിക്കുന്നത്. സംഗ്രഹിച്ച് പറയുന്നതിൻ്റെ, സംക്ഷിപ്തമായി പറയുന്നതിൻ്റെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധം അതെന്നും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും അങ്ങനെ ആയിരിക്കട്ടെ. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയം എന്നുള്ളതിലേക്ക്, വിപണി എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം എഴുതുന്ന എഴുത്തുകാരോട് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. വിപണിയെ നോക്കി ഒരു പ്രസാധകനും ഒരു എഴുത്തുകാരനും എഴുതാൻ വേണ്ടി പറയരുത്. വിപണിയല്ല എഴുത്തിനെ തീരുമാനിക്കുന്നത്, നമ്മുടെ ആത്മാവാണ്. ആത്മാവിൻ്റെ അന്തിമ ശാസനമാണ് എഴുത്ത്. കാലത്തിൻ്റെ താക്കീതാണ് എഴുത്ത്. അങ്ങനെ കാലത്തിൻ്റെ താക്കീത് കേട്ടുകൊണ്ട് എഴുത്തിൻ്റെ അന്തിമ ശാസനം അനുസരിച്ചുകൊണ്ട് എഴുതുന്ന എഴുത്തുകാർ ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.